ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ റോൾഡ് ഹെം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ റോൾഡ് ഹെമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ഡ്രസ്സും സ്റ്റൈലിഷ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് താഴെ എൻ പോർഷനിൽ മാത്രമല്ലാതെ ഫ്ലവർ മേക്കിങ്ങിനോ അങ്ങനെ ഡ്രസ്സിനെ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കി മാറ്റുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് റൗണ്ട് ഹെമ്മർ ഫുട്ടാണ് ആവശ്യമുള്ളത്. നോർമലി നമ്മുടെ മെഷീനിൽ സിക്സാക്ക് ഫുട്ടാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ നമുക്കൊരു ഫിഷിംഗ് ത്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഇത് വേണം എന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതിയാവും. അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ഫിഷിംഗ് ത്രെഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സിക്സാക്ക് ഫുട്ട് മാറ്റിയിട്ട് എങ്ങനെയാണ് നമുക്ക് റൗണ്ട് ഹെമ്മർ ഫുട്ട് ഇടണമെന്ന് നോക്കാം. അപ്പോൾ ചെറിയൊരു മെഷീൻ്റെ ബാക്കിലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൊബൈൽ ഷെയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാകപ്പിഴ ഉണ്ടാവും, സോറി. അപ്പോൾ നമ്മളത് ആ ലിവർ നീർത്തി കഴിയുമ്പോൾ മുകളിലേക്ക് വരും. അതിന് ശേഷം അവിടെ പിടിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ ആ ഒരു ഫുട്ട് താനെ കഴിഞ്ഞ് പോരും. അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നമ്മുടെ ഫുട്ട് ഏത് ഫുട്ടാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഫുട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ലിവറിൽ പിടിച്ച് താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ അറ്റാച്ച് ചെയ്തിരുന്നോളും. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഫിഷിംഗ് ത്രെഡ് കിട്ടും. കുറച്ചധികം എന്താ പറയുക വീതിയുള്ളത് കിട്ടും, തീരെ നൈസായിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഒരു മിനിമം വീതിയിലുള്ളത് എടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ ലെങ്ത്ത്, സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത്ത് ഞാൻ 2നും 3നും ഇടയിലാണ് വച്ചിരിക്കുന്നത്. പിന്നെ അതിന് പാറ്റേൺ നമ്മൾ സെലക്ട് ചെയ്യണം. പാറ്റേൺ ഉറപ്പായിട്ടും സി ആണ് വേണ്ടത്. ആ ഒരു ഇതിലാണ് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ ചീത്ത ഭാഗമുണ്ടല്ലോ, റോങ് സൈഡ് എടുത്തിട്ട് അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചീത്ത ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു ലൂപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിനുള്ളിലേക്ക് നമ്മൾ ഈ മെറ്റീരിയലിനെ നമ്മൾ കയറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ത്രെഡും അതിനുള്ളിലേക്ക് കയറ്റി വെക്കണം. അതിന് ശേഷം പയ്യെ അടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സാവധാനം ജസ്റ്റ് ഒന്ന് നമ്മൾ ആ തുണി ഒന്ന് ചെറുതായിട്ട് മെറ്റീരിയൽ ഒന്ന് പൊക്കി പിടിക്കണം, വളച്ചും കൊടുക്കണം. അപ്പോഴാണ് അത് ആ ഒരു ഇതിലൂടെ നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്. ഇതിനിപ്പോൾ നമുക്ക് ഈ ഒരു ഫിഷിംഗ് ത്രെഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് സ്വല്പം കട്ടിയുള്ള തുണി ആയതുകൊണ്ട്. അതല്ലാതെ മെറ്റീരിയലിൽ ലൈക്ക് ജോർജറ്റ്, ഷിഫോൺ പോലെയുള്ളതിലൊക്കെ നമ്മൾ ത്രെഡ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.